ഹലോ സ്റ്റുഡൻസ്, മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 2024 JEE മെയിൻ ഫേസ് 1-ലെ 29th നടന്ന എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, മറിച്ച് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആസിഡിക് നേച്ചർ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ അസെൻഡിങ് അസിഡിറ്റി ഓർഡർ ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ നിങ്ങൾക്കറിയാം അസിഡിക് സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ അസിഡിക് നേച്ചർ കൂടും എന്നുള്ളത് GOCയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാകെ നമ്മൾ നോക്കേണ്ടത് എവിടെയായിരിക്കും കാർബാനിയോൺ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുക. അതിനാദ്യം നോക്കേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ നോക്കേണ്ടത് കാർബാനിയോണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള കാർബാനിയോൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ അതിൻ്റെ അടുത്തായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പം റെസൊണൻസ് ഇഫക്റ്റോ അതുപോലെയുള്ള -I ഇഫക്റ്റുകളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മറ്റ് ഗ്രൂപ്പുകളൊന്നുമില്ല, കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് നോക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പം ഈ കേസിൽ ഇവിടെ ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാതെ sp ഹൈബ്രിഡൈസ്ഡ് ആണ്, അവൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.25 ആണ്. അതേപോലെ ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്, അവൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.7 or 2.8 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുള്ളത് നമുക്കറിയാം. ഇവിടെ സിംഗ്ലി ബോണ്ടഡ് ആണ്, ഇവൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ വരുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി 2.5 വരുന്നുള്ളൂ. ഇവൻ്റെതും 2.5 ആണ്. പക്ഷേ ഇവിടെ ഒരു +I ഗ്രൂപ്പാണ് ഉള്ളത്, ഇവിടെ 3 +I ഗ്രൂപ്പുകളുണ്ട്. +I ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി ഓഫ് ദി കാർബാനിയോൺ ഡിക്രീസസ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. A ആണ് ഏറ്റവും അസിഡിക് എന്ന് നമുക്ക് പറയാം. A കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? B ആണ്. പിന്നെയുള്ള രണ്ട് പേർക്കും ഈക്വൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈക്വൽ ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? എഫക്റ്റുകളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഡിയിലാണ് പിന്നെ ഒരു +I ഇഫക്റ്റേ ഉള്ളൂ, പക്ഷേ സിയിൽ 3 +I ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് D കഴിഞ്ഞിട്ടാണ് C വരിക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സോ ദി ആൻസർ ഇസ് 1.